ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? എ ന്യൂട്രോൺ, ബി പ്രോട്ടോൺ, സി ഇലക്ട്രോൺ, ഡി ഇവയൊന്നുമല്ല. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം സി ഇലക്ട്രോൺ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? എ ഹൈഡ്രജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി ഓക്സിജൻ, ഡി നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? ഉത്തരം സി ഓക്സിജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? എ ശ്വാസകോശം, ബി വൃക്ക, സി കരൾ, ഡി പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം എ ശ്വാസകോശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? എ കേരളം, ബി മധ്യപ്രദേശ്, സി ഗോവ, ഡി ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബി മധ്യപ്രദേശ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെ? എ കുറ്റ്യാടി, ബി കക്കാട്, സി ഇടുക്കി, ഡി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെ? ഉത്തരം ഡി മണിയാർ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി മഹാത്മാഗാന്ധി, സി ജവഹർലാൽ നെഹ്റു, ഡി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം സി ജവഹർലാൽ നെഹ്റു. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി തമിഴ്നാട്, സി കേരളം, ഡി ആന്ധ്രാപ്രദേശ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം സി കേരളം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? എ ലൂണി, ബി രവി, സി ഗംഗ, ഡി യമുന. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഉത്തരം ബി രവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? എ ലോക്സഭാ സ്പീക്കർ, ബി പ്രധാനമന്ത്രി, സി രാഷ്ട്രപതി, ഡി ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഉത്തരം സി രാഷ്ട്രപതി. പക്ഷിപാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? എ കോട്ടയം, ബി പാലക്കാട്, സി വയനാട്, ഡി ഇടുക്കി. പക്ഷിപാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം സി വയനാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ എൻ വി കൃഷ്ണവാര്യർ, ബി കമ്പളത്ത് ഗോവിന്ദൻ നായർ, സി കെ രാമകൃഷ്ണപിള്ള, ഡി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഡി EMS നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? എ തൃശ്ശൂർ, ബി കോഴിക്കോട്, സി കൊൽക്കത്ത, ഡി മലപ്പുറം. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്?
ഉത്തരം ബി കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി ആസാം, സി ഗുജറാത്ത്, ഡി കർണാടക. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എ ബീഹാർ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്ത്? എ ആദിത്യ L1, ബി ശുക്രയാൻ, സി മംഗൾയാൻ, ഡി ഗഗൻയാൻ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഉത്തരം എ ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? എ തലയോട്, ബി ചെവി, സി വിരൽ, ഡി നട്ടെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ഉത്തരം ബി ചെവി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ മലമ്പുഴ, ബി ഇടുക്കി, സി പീച്ചി, ഡി വയനാട്. ഉത്തരം സി പീച്ചി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? എ താലോലം, ബി വിദ്യാകിരൺ, സി കൊടവിളക്ക്, ഡി വിദ്യാവാഹിനി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? ഉത്തരം സി കൊടവിളക്ക്. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? എ ഗോതമ്പ്, ബി നെല്ല്, സി കടുക്, ഡി പയർവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ഉത്തരം ബി നെല്ല്. ISRO സ്ഥാപിതമായ വർഷം ഏത്? എ 1969, ബി 1962, സി 1965, ഡി 1975. ISRO സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം എ 1969. 38ാമത് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? എ കൊച്ചി, ബി ബാംഗ്ലൂർ, സി കോയമ്പത്തൂർ, ഡി മുംബൈ. 38ാമത് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? ഉത്തരം സി കോയമ്പത്തൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മോസ്ക് എവിടെയാണ്? എ കൊടുങ്ങല്ലൂർ, ബി പൊന്നാനി, സി തലശ്ശേരി, ഡി കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മോസ്ക് എവിടെയാണ്? ഉത്തരം എ കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? എ സൈലന്റ് വാലി, ബി മുത്തങ്ങ, സി പെരിയാർ, ഡി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ഡി ഇരവികുളം. ഇരവികുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? എ 1975, ബി 1977, സി 1978, ഡി 1979. ഇരവികുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം സി 1978.
ഇരവികുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. മലപ്പുറം, ബി. വയനാട്, സി. ഇടുക്കി, ഡി. എറണാകുളം. ഇരവികുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. ഇടുക്കി. കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ദേശീയ ഉദ്യാനം ഏത്? എ. പറമ്പിക്കുളം, ബി. പെരിയാർ, സി. മുത്തങ്ങ, ഡി. സൈലന്റ് വാലി. കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ദേശീയോദ്യാനം ഏത്? ഉത്തരം ഡി. സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? എ. തൂത്തുപുഴ, ബി. പമ്പ, സി. പെരിയാർ, ഡി. ഭാരതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം എ. തൂത്തുപുഴ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം നിറഞ്ഞ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ. പേപ്പാറ, ബി. സൈലന്റ് വാലി, സി. ഇരവികുളം, ഡി. മുത്തങ്ങ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം നിറഞ്ഞ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. കാളീശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? എ. ഗോദാവരി, ബി. കൃഷ്ണ, സി. നർമ്മദ, ഡി. കാവേരി. കാളീശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം എ. ഗോദാവരി. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? എ. വയലറ്റ്, ബി. ചുവപ്പ്, സി. ഓറഞ്ച്, ഡി. നീല. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? ഉത്തരം ബി. ചുവപ്പ്. വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? എ. ക്രിക്കറ്റ്, ബി. ടെന്നീസ്, സി. ചെസ്, ഡി. ഫുട്ബോൾ. വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബി. ടെന്നീസ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? എ. 7 ദിവസം, ബി. 21 ദിവസം, സി. 14 ദിവസം, ഡി. 30 ദിവസം. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? ഉത്തരം ബി. 21 ദിവസം. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ. ബ്രിട്ടൻ, ബി. സ്വിറ്റ്സർലാൻഡ്, സി. റഷ്യ, ഡി. ഇസ്രായേൽ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം എ. ബ്രിട്ടൻ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യ പ്രചാരണം നിർത്തണം? എ. 12 മണിക്കൂർ, ബി. 15 മണിക്കൂർ, സി. 24 മണിക്കൂർ, ഡി. 48 മണിക്കൂർ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പിന് എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യ പ്രചാരണം നിർത്തണം? ഉത്തരം ഡി. 48 മണിക്കൂറുകൾക്ക് മുമ്പ്. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് എന്ത്? എ. കശുവണ്ടി, ബി. പപ്പായ, സി. ആപ്പിൾ, ഡി. കൈതച്ചക്ക. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സി. കൈതച്ചക്ക. കേരളത്തിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എ. ആലപ്പുഴ, ബി. മലപ്പുറം, സി. പത്തനംതിട്ട, ഡി. തിരുവനന്തപുരം. കേരളത്തിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്?
ഉത്തരം എ ആലപ്പുഴ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏത്? എ ജീവകം എ, ബി ജീവകം കെ, സി ജീവകം ഡി, ഡി ജീവകം സി. ഉത്തരം സി ജീവകം ഡി. ഒളിമ്പിക്സ് പതാകയിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? എ ഏഷ്യ, ബി യൂറോപ്പ്, സി ഓസ്ട്രേലിയ, ഡി ആഫ്രിക്ക. ഒളിമ്പിക്സ് പതാകയിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം എ ഏഷ്യ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? എ കേരളം, ബി തമിഴ്നാട്, സി കർണാടക, ഡി ഗോവ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ഗോവ. കലകളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കലാരൂപം ഏത്? എ ഓട്ടംതുള്ളൽ, ബി കഥകളി, സി ഒപ്പന, ഡി മോഹിനിയാട്ടം. കലകളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം എ കഥകളി.